ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു. എന്താണ് നോമ്പ്? എപ്രകാരമാണ് നാം നോമ്പ് ആചരിക്കേണ്ടതെന്ന് വിശദമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോമ്പിന്റെ ഈ നാളുകളിൽ അല്പസമയം ദൈവവചനം ധ്യാനിക്കുന്നതിനായി നമുക്ക് ഒരുങ്ങാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളാണ്. ഇവിടുത്തെ പ്രധാന വിഷയം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഒരു പട്ടണവും അവിടുത്തെ അനീതിയുള്ള ഒരു ന്യായാധിപനും ഒരു വിധവയുമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ പാവം വിധവ തന്റെ ശത്രുവിൽ നിന്ന് തന്റെ അവകാശം സ്ഥാപിച്ച് എനിക്ക് സംരക്ഷണം നൽകിത്തരണമെന്ന ആവശ്യവുമായി കൂടെ ഈ ന്യായാധിപന്റെ അടുക്കലേക്ക് വിധവയായ അമ്മ കടന്നു ചെല്ലും. പക്ഷേ ഈ സ്ത്രീയുടെ അപേക്ഷ കൈക്കൊള്ളാതെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ കരുണ ചെയ്യുവാൻ മനസ്സില്ലാതെ ഈ സ്ത്രീയെ വിട്ടുകളയും. എന്നിരുന്നാലും ഈ സ്ത്രീ ന്യായാധിപനെ ഏറ്റവും അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇവരുടെ നിരന്തരമായ ശല്യം കാരണം ഈ സ്ത്രീയിൽ ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായി. അവൾ തൻ്റെ മുഖത്തടിക്കുമോ എന്ന ഭയവും ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് ന്യായം നടത്തി കൊടുക്കാനായി ന്യായാധിപൻ തീരുമാനിക്കുന്നു. ന്യായാധിപൻ ഇത് തീരുമാനിക്കുവാൻ കാരണം ആ സ്ത്രീയുടെ മടുപ്പില്ലാതെ മുട്ടിപ്പായി തൻ്റെ ആവശ്യം സാധിക്കുന്നതിനായി ഈ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം ദൈവത്തോട് അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി തമ്പുരാന്റെ സന്നിധിയിലെത്തുകയും നമുക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിപ്പാൻ കാലതാമസം വന്നു എന്നിരിക്കാം. അതിനും കർത്താവിന് ഒരു ഉദ്ദേശം കാണും. കൂടുതൽ നമ്മെ ശോധന ചെയ്ത് ദൈവത്തിൻ്റെ അരുമ കുഞ്ഞുങ്ങളാക്കി നമ്മെ മാറ്റുന്നതിന് വേണ്ടിയും ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനേകം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയവരാണ്. മടുത്തു പോകാതെ നാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ രോഗാവസ്ഥയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മെ മുറുകെ പിടിച്ച് ഈ ഭൂമിയിൽ നമ്മെ നിലനിർത്തിയതൊക്കെയും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. എന്നിരുന്നാലും നാം അനുഭവിച്ചതിൽ നിന്ന് എത്രയോ വലിയ വേദന ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവ്. ഇതൊന്നും മറന്നു പോകാതെ മാതൃകയുള്ളവരായി ദൈവിക നടത്തിപ്പിലുള്ള വിശ്വാസത്തിൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാനും പ്രാർത്ഥനയിൽ കൂടി നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് ചേർന്ന് നിർമ്മലീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പുകാലം നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താണ്? മറ്റുള്ളവരെ കരുതുവാനും അന്യരുടെ ആവശ്യങ്ങൾ അവർക്ക് താങ്ങും തണലുമാകുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ പിതാവേ, സ്വയശുദ്ധീകരണത്തിൻ്റെയും പരസ്പര കരുതലിൻ്റെയും വാഹകരാകുവാനും അതിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാനും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനുമുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ മടുത്തു പോകാത്ത പ്രാർത്ഥന, നമ്മുടെ മുട്ടിപ്പോയുള്ള അപേക്ഷ നമുക്ക് തമ്പുരാനോട് അറിയിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. ഈ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ തമ്പുരാനോട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഒക്കെയും നിറവേറ്റി തരുമാറാകണമെന്ന് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് എളിമയോടെ യാചിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.